16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും. ഇവിടെയുള്ള ആദിമ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സമ്മതിക്കപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഭൂഷണായി. ഇപ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം നടക്കുന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം. അല്ല, 20-ാമത്തെ വാക്യം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ പ്രേക്ഷിത ദൗത്യം ഫലമേൽപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. 16 മുതൽ 20 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എപ്പോഴാണെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആദ്യം പറഞ്ഞത്? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നവയെല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കുക. നിങ്ങൾ ജ്ഞാനസ്നാനം നൽകി മാമോദീസ നൽകി ഇതാ ആളുകളെ സഭയിലേക്ക് ചേർക്കുക. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നതിനാൽ നിങ്ങൾ എല്ലാ ജനതകളെയും എനിക്ക് വേണ്ടി ശിഷ്യപ്പെടുത്തുക. അപ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ശിഷ്യപ്പെടുത്തുമ്പോഴും മാമോദീസ നടത്തുമ്പോഴും യേശു പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴും ഇതാ യുഗാന്ത്യം വരെ കർത്താവ് പറയുകയാണ്, എപ്പോൾ എവിടെ വെച്ച് ആ രീതി ചെയ്യുന്നോ അവിടെയെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ യേശു സാന്നിധ്യം ഭൂമിയിൽ വ്യക്തമായി പ്രകടമാകാനായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യേശുവിനെ കുറിച്ച് പഠിപ്പിക്കുക. 2, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മനസ്സോടെ മാമോദീസ മുങ്ങാൻ വരുന്നവരെ മുക്കി എന്ത് ചെയ്യാണ്? യേശുക്രിസ്തുവിന്റെ സാക്ഷിയാക്കി മാറ്റുക. 3, ഇതാ യേശുവിന്റെ അധികാരം അവന് നൽകപ്പെട്ടിരിക്കുന്നതിനാൽ ആ അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കി മാറ്റുക. ഈ ശുശ്രൂഷ എപ്പോൾ നടക്കുന്നോ അവിടെ യേശു ഉണ്ടായിരിക്കും. പ്രിയമുള്ളവർ, ഈ ശുശ്രൂഷ യേശുവിനെ പഠിപ്പിക്കുക, യേശുവിൽ ശിഷ്യപ്പെടുത്തുക, യേശുവിൽ സൗഖ്യപ്പെടുത്തുക തുടങ്ങിയ ശുശ്രൂഷകൾ പരിശുദ്ധ സഭയ്ക്കായി ദൈവം ഏൽപ്പിച്ച് ഇതുപോലെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി സഭ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവവചനത്തെ ക്രോഡീകരിച്ച് വചനങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. ഇതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ദൈവജനത്തിന് യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ ശക്തിയും യേശുവിൻ്റെ കൃപാവരവും അനുഭവിക്കാനും യേശുവിനെ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി പ്രിയമുള്ളവരെ സഭ നമുക്ക് പരിശുദ്ധാത്മാവ് വഴി ക്രമീകരിച്ച് നൽകിയിരിക്കുന്ന ചൈതന്യമാണ് പരിശുദ്ധ സഭയിലെ 7 ഉദാശകൾ. ഇത് അനേകം ആളുകൾ
സഭയിൽ നിന്ന് ക്രമേണ അന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാനുള്ള ഒരു കാരണം യേശു സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടുന്നില്ല എന്നതാണ് കാരണം. വളരെ ആത്മാർത്ഥമായി സഭ വിട്ടു പോയിട്ടുള്ളവരും പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ളവരും ഇതിനകത്ത്. അപ്പോൾ അനേകം പേര് വിട്ടുപോയിട്ടുണ്ട്, പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതിനകത്തിരിക്കുന്നു. അവരെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, ഇതാ പരിശുദ്ധ സഭയിൽ യേശു സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് അവരതിന് പറയാൻ കാരണം. എന്നാൽ പിന്നീട് പല സ്ഥലങ്ങളിലും പോയി പാട്ടുകൾ പാടുക, ദൈവത്തെ സ്തുതിക്കുക, തിരുവചനം കേൾക്കുക, അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പലരിലും ഇതാ തിരുവചനം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതുപോലെ പാട്ടുകയും പാടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തപ്പോൾ ദൈവാനുഭവം ഉണ്ടായി. അപ്പോൾ അവർ പറയുന്നു, ഇതാ സഭ വിട്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായത്. പ്രിയമുള്ളവരെ, ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ ദൈവ സാന്നിധ്യവും ദൈവശക്തിയും അനുഭവിച്ചറിഞ്ഞ വലിയൊരു സമൂഹം ചേർന്ന്, പരിശുദ്ധാത്മ ശക്തിയാൽ പിതാക്കന്മാർ ചേർന്ന് ഈ കൂദാശകളെ ഇതുപോലെ ക്രമീകരിച്ച് നമുക്ക് നൽകാൻ കാരണം കൂദാശയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം മനുഷ്യർക്ക് അനുഭവവിദ്യമാകാൻ. ആദിമ നൂറ്റാണ്ട് പ്രിയമുള്ളവരെ, ദേവാലയത്തിലേക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് കർത്താവിന്റെ ദിവസങ്ങളിൽ, ഞാൻ ഈ അടുത്ത കാലത്ത് ജോൺ പോൾ മാർപ്പാപ്പയുടെ പുസ്തകം വായിക്കുകയാണ്. അതിന് കർത്താവിന്റെ ദിനം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അപ്പൊ കർത്താവിന്റെ ദിനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ആദിമ നൂറ്റാണ്ടിലെ ജനങ്ങൾ കർത്താവിന്റെ ദിനം എന്ന് പറഞ്ഞ് കിലോമീറ്ററുകൾ താണ്ടി ദേവാലയത്തിലേക്ക് ഓടി ചെല്ലുമായിരുന്നു. കാരണം എന്താണ്? കർത്താവിന്റെ ദിനത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിച്ചിരുന്നത്? ഒന്ന്, വിശുദ്ധ കുർബാനയിലൂടെ യേശു ശരീരരക്തങ്ങളുടെ സാന്നിധ്യം വഴി യേശുവിന്റെ സാന്നിധ്യം. പിന്നെ മാമോദീസ മുങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ ആവസിക്കുകയും അവരൊരു പുതിയ വ്യക്തിയായി ജീവിക്കുകയും ചെയ്താൽ അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതോടുകൂടി അവർക്ക് മനസ്സിലായി, മാമോദീസ മുങ്ങുന്നതോടുകൂടി ദൈവ സാന്നിധ്യവും ദൈവശക്തി ഞങ്ങളിലുണ്ടാവും. അതുപോലെ പിന്നീട് ഓരോരോ കൂദാശകളായിട്ട് സ്ഥാപിക്കപ്പെട്ടു. ആദ്യകാലങ്ങളിൽ യേശു പോകുന്ന സ്ഥലത്തെല്ലാം രോഗശാന്തി നടത്തിക്കൊണ്ട് പരിശുദ്ധ സഭ ആ രോഗശാന്തി ശുശ്രൂഷയെ തൈലാഭിഷേക ശുശ്രൂഷയായിട്ട് പ്രത്യേകമായി ക്രമീകരിച്ചു. എന്തിനാണ്? വ്യക്തമായി ക്രമമായി യേശുവിനെ അനുഭവിക്കാനും സൗഖ്യം സ്വീകരിക്കാനും വിശുദ്ധി സ്വീകരിക്കാനും ദൈവത്തിന്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാനുമാണ് കൂദാശകളെ ദൈവം സ്ഥാപിച്ചത് പറയുന്നത്. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് കൂദാശകളിലൂടെ ദൈവജനത്തിന് ദൈവാനുഭവം ഉണ്ടാകാത്തത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മളെല്ലാം കൂദാശ സ്വീകരിക്കുന്നവരാണ്? 7 കൂദാശകൾ സാധിക്കുന്നതെല്ലാം സ്വീകരിക്കും. പിന്നെ കിട്ടാത്തവരെ കിട്ടാൻ പറ്റുമോ എന്നറിയാനായിട്ട് പല ആളുകളും ഇങ്ങനെ നടക്കുന്നുണ്ട്. പൗരോഹിത്യമായിട്ടും അങ്ങനെ പല രീതിയിൽ സ്വീകരിക്കാവുന്ന കൂദാശകളെല്ലാം സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ നടന്നത്. ഇതെല്ലാം സ്വീകരിച്ചിട്ടും ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല, മാനസിക രോഗിയായ ഒരു പയ്യനോടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവന് പട്ടണത്തെ കൊടുക്കുകയാണെങ്കിൽ മെന്റൽ മാറുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് കൊടുത്തു നോക്കാമോ? അപ്പം ഞാനോട് ചോദിച്ചു, കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഇത് ഞാൻ ചുമക്കും. അപ്പൊ പ്രിയമുള്ളവർ, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതാ പട്ടത്തം എന്ന് പറയുന്ന രോഗശാന്തി ശുശ്രൂഷയല്ല. ഇവനെ തൈലാഭിഷേകമാണ് കൊടുക്കേണ്ടത്, ഇവനെ പട്ടത്തല്ല കൊടുക്കേണ്ടത്. കാരണം പൗരോഹിത്യം കൊടുത്തുകൊണ്ട് മാനസിക രോഗം മാറില്ല. ചില ആളുകൾ അതുപോലെ ചിന്തിച്ചിരിക്കുന്ന എന്താണ്? മാനസികമായിരിക്കും പെണ്ണിന്. അവര് ചിന്തിക്കും, ഒരുപക്ഷെ ഒരു പുരോഹിതനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ ഇത് മാറിയേക്കാമെന്ന് ഓർത്ത് പല ചമ്മാച്ചന്മാരെയും കുടുക്കി അനുഭവമുണ്ട്. മെന്റലുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഒരു പെണ്ണിനെ തിരിച്ചുവിട്ടാൽ അച്ഛന് പിന്നെ വീണ്ടും കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതിനെ ചുമന്നോളും എന്ന് ചിന്തിച്ച് പലരുടെ തലയിലും ഇത് കെട്ടിവെച്ച് വിട്ട സംഭവങ്ങളും ഇല്ലാതില്ല. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് അങ്ങനെ പല മാതാപിതാക്കന്മാർ ഇത്തരം സംഭവങ്ങൾ ഞങ്ങൾ ചമ്മാശന്മാർക്ക് പ്രത്യേക മുന്നറിയിപ്പുകളും ട്രെയിനിങ് നൽകിയിട്ടുണ്ട് മാനസിക രോഗികളെ കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാ മെത്രാച്ചന്മാരും ഇൻസ്ട്രക്ഷൻ, ഞാൻ തമാശയായിട്ട് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 25 ലക്ഷം തരാമെന്നൊക്കെ പറയുമ്പോൾ ചമ്മാച്ചൻ വീട് പോയാൽ എന്നാ ചെയ്യും? അതുകൊണ്ട് അത് ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ അളവോ
ഇതോ ഒരു പരിധി കൊണ്ട് കൂടുന്നതായി കണ്ടാൽ അപ്പോൾ ഇതാണ് ഡയറക്റ്റായിട്ട് നമ്മൾ അന്വേഷിക്കും, ഇതിന് വല്ല കുഴപ്പമുണ്ടോ എന്നറിയാം. അപ്പോൾ പ്രിയമുള്ളവർ, ഇങ്ങനെ പല കൂദാശകളുണ്ട്. ഈ കൂദാശകൾക്കെല്ലാം ദൈവ സാന്നിധ്യം വ്യക്തമാണ്. ഇതെന്തിനാണ് ഈ കൂദാശകൾ സ്ഥാപിച്ചത്? യേശുവിന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ കൂദാശകളിലൂടെയുള്ള ദൈവാനുഭവം കിട്ടുന്നില്ല എന്നാണ്. അത് ചിന്തിക്കുന്നതിന് മുമ്പ് പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കൂദാശ നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്ത് കൂദാശയായിരുന്നു? തൈലാഭിഷേകം എന്ന കൂദാശ. എന്തിനാ? പരിശുദ്ധാത്മാവ് പ്രത്യേകം സന്ദേശം നൽകിയതാണ്. തൈലാഭിഷേക ശുശ്രൂഷ പരസ്യമായ സമൂഹത്തിൽ വെച്ച് നടത്തണം. ഞങ്ങളുടെ മുറിക്കകത്തൊക്കെ വെച്ച് നടത്തിക്കൊണ്ടാണ് ഇരുന്നത്. റിസൾട്ടും ഉണ്ടായിരുന്നു. പരസ്യമായിട്ട് ഈ കൂദാശ നിർവഹിക്കണം. അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ നടത്തിയെങ്കിലും പബ്ലിക്കായിട്ട് ഈ തൈലാഭിഷേക ശുശ്രൂഷ നടന്ന കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം ഒരു 20-25 പേര് തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തു. അതിൽ പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നടന്നതെന്നുള്ളതാണ് വാസ്തവം. ഞാനിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു മെഡിക്കൽ റിസൾട്ടുമായിട്ട് ഒരു കുടുംബം ഒരു മെഡിക്കൽ റിസൾട്ട്. അതെന്താണെന്നറിയാം പ്രിയമുള്ളവർ, കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കൊച്ചിനെ കൊണ്ടുവരുമ്പോൾ ആ കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് എത്രയായിരുന്നു? 25,000. ഡോക്ടർമാർ അതിനെക്കുറിച്ച് വളരെയധികം ടെൻഷനും ഭാരപ്പെട്ടു. കാരണം കൗണ്ട് കൂടിയാൽ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നു. പ്രിയമുള്ളവരെ, അതിൻ്റെ റിസൾട്ടാണ് ഇതിൻ്റെ അടിയിലിരിക്കുന്നത്. 25,000. അപ്പോൾ ഭാര്യയോട് പുള്ളിക്കാരനെ വിവരം പറഞ്ഞില്ല. കാരണം ഭാര്യ നേഴ്സ് പോലും ആയിരിക്കുന്നത്. അപ്പോൾ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഒന്നുമില്ല തന്നെ ഭാര്യമാർ ഇല്ലാത്തതൊക്കെ ചെന്നിട്ട് കൂട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതോടെ കേട്ടാലത്തെ സ്ഥിതി എന്തായി? അപ്പോൾ പ്രിയമുള്ളവരെ, ഭാര്യയോട് പറയാതെ കൊച്ചിനെയായിട്ടുള്ളൂ. ഇതാ തൈലാഭിഷേക ശുശ്രൂഷ പ്രാർത്ഥന നടത്തിയപ്പോൾ ഇവിടെ ഇരുത്തിയില്ലെങ്കിലും കൊച്ചിനെ പുറകിലിരുത്തി അവർ പ്രാർത്ഥിച്ചു. ഇതാ അതിന് ശേഷം നടത്തിയ പരിശോധനയിൽ പൂർണ്ണമായും നോർമലായ റിസൾട്ട് ദൈവം നൽകി. തൈലാഭിഷേക ശുശ്രൂഷ എന്ന കൂദാശയിൽ ആര് വസിക്കുന്നു? ആര് വസിക്കുന്നു? യേശു വസിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരും യേശു വസിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ തൈലാഭിഷേക ശുശ്രൂഷ എന്ന കൂദാശ ക്രമീകരിച്ചപ്പോൾ അതിൻ്റെ മേൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് കയ്യൊപ്പിട്ടുകൊണ്ട് അടിസ്ഥാനപരമായി പൊതുജനത്തിന്റെ മധ്യത്തിൽ കയ്യൊപ്പിട്ടുകൊണ്ട് പറയുകയാണ്, സുറിയാനി സഭയുടെ തൈലാഭിഷേക ശുശ്രൂഷ ദൈവത്താൽ സ്ഥാപിതവും പരിശുദ്ധാത്മാവ് നിവേശിതവും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുമാണ്. പിന്നെ ഈ ശുശ്രൂഷയിലൂടെ തന്നെ അനുഗ്രഹം കിട്ടിയ അനേകം പേരുണ്ട്. അതുപോലെ തന്നെ മാരകമായ രോഗം ബാധിച്ച ഒരപ്പനമ്മ വീട്ടിൽപ്പെടാൻ അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കൊച്ചിന് സുഖപ്പെട്ടു, കൊച്ചിപ്പം ഹോസ്പിറ്റലിൽ കിടക്കുക. അതാരാ? അമ്മച്ചി. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് തന്നെ പ്രിയമുള്ളവരെ, മാരകമായ അവർ തന്നെ കൊണ്ട് വന്നൊരു മൈക്ക് കൊടുത്ത് അവർ പറയട്ടെ എന്താണ് അവർക്ക് സംഭവിച്ചത്. അവരുടെ കൊച്ചിന് ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവർ, ഈ സഭ യേശുവിൻ്റെ സഭയാണെന്നും ഈ കൂദാശ ദൈവത്തിൻ്റെ കൂദാശയാണെന്നും പ്രിയമുള്ളവർ ബോധ്യപ്പെടാൻ വേണ്ടി അനേക സൗഖ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഈ തൈലാഭിഷേക ശുശ്രൂഷയിൽ സൗഖ്യം ഉണ്ടായിരുന്ന യോഗിക്ക് മുറിയിലൊരാൾ 3 പേരോളം ഇപ്പോൾ ഉണ്ട്. താഴെ വേറെ ആളുകൾ ഇനിയുണ്ട്. പ്രിയമുള്ളവരെ, സ്പോണ്ടിലോസിന്റെ അസുഖമായിട്ടിരുന്ന ഒരു സഹോദരി ഇവിടുത്തെ സൺഡേ സ്കൂളിന്റെ ഹെഡ് മിസ്സസ് ആണ്. പുള്ളിക്കാരത്തി ലീവ് എടുത്ത് എത്രയും പെട്ടെന്ന് തിരുമി ചികിത്സയ്ക്ക് പോകാനിരുന്നതാണ്. കൈ പൊക്കാൻ മേലെ, കാല് പൊക്കാൻ മേലെ, വേദന, നീര് ഇതുമായിട്ടിരുന്നതാണ്. സൗഖ്യ ശുശ്രൂഷയ്ക്ക് ശേഷം പരിപൂർണ രോഗശാന്തി ലഭിച്ചു. ആ പുറകിലൊരു പുള്ളിക്കാരത്തിയാണെങ്കിൽ ഓടണം വെച്ച് വീട്ടിൽ കിടപ്പാൻ എല്ലാവരുടെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് ഇരുത്തി. ഇതാ ഇപ്പോൾ ഏറ്റവും പുറകിൽ നിന്ന് ധ്യാനം കൊടുക്കുന്നു. പണ്ടും പുറകിലായിരുന്നു, ഇപ്പോൾ പുറകിൽ നിന്ന് ധ്യാനം കൊടുക്കുന്നു. ഒരു 3 മാസമായിട്ട് കിടപ്പാറ്റി. ഡോക്ടർമാർ ഒരു 3 മാസം എഴുന്നേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കിടന്ന വ്യക്തി തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷം ഇതാ ധ്യാനത്തിന് കടന്നു വരുവാനിടയായി. തൈറോയിഡ് രോഗം ബാധിച്ച് വലിയ പ്രശ്നത്തിലിരുന്ന വ്യക്തി ഒന്ന് എഴുന്നേറ്റിരുന്നാൽ മതി, സാക്ഷ്യം പറയേണ്ട. എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, സമ്പൂർണമായി രോഗം മാറി ഡോക്ടർ
ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും മരുന്ന് കഴിക്കേണ്ട, കരങ്ങളെടുത്ത് ദൈവത്തിൽ നന്ദി പറഞ്ഞു. അതുപോലെ ബ്ലഡ് കൗണ്ടർ കൂടിയ കൊച്ചാണ് ഇതിനകത്ത് നടക്കുന്നത്, ഒരു കുഴപ്പമില്ല. അതാണെങ്കിൽ എന്താണ് ആരോഗ്യം വീണ്ടും കിട്ടി പരിശുദ്ധാത്മാവ് തൊട്ടയിൽ എല്ലാ ലക്ഷണവും ഇവിടെ കാണിക്കുന്നു. മാലാക നടക്കുന്ന പോലെ ഇതിനിടവഴി അങ്ങ് നടക്കുക. പ്രിയമുള്ളവരെ, അത്ഭുതകരമായി ദൈവം സ്പർശിച്ച് ബ്ലഡ് കൗണ്ട് എല്ലാം നോർമലാക്കി. അപ്പോൾ പേരൻസ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ടോ, കരങ്ങളടിച്ച് നമുക്ക് ഇനി ഏറ്റവും കുറേ ലാനി ഇരിക്കുന്നു എഴുതിയിട്ട് എല്ലാവരും തിരിഞ്ഞ് നോക്കിയാൽ മതി. നടുവിനും അസുഖവും വേദനയുമായി ഇവിടെ എല്ലാവരും പിടിച്ചു കൊണ്ടുവന്ന ആളാണ്. ഇന്നിതാ പയറ് പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം മാറിയില്ലേ? ഓക്കെ. അപ്പോൾ ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു കൂദാശകളിൽ വസിക്കുന്നു. പരിശുദ്ധ സഭയുടെ കൂദാശകളിൽ യേശു വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കൂദാശ നടത്തി. എല്ലാ കൂദാശകളും നടത്താൻ സഭ ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കൂദാശ നടത്തി. ഇത്രയും പ്രാർത്ഥനയൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ അനേകം കൂദാശകൾ പല സ്ഥലങ്ങളിൽ പോയി നടത്തിയിട്ടുണ്ട്. ചില കൂദാശകൾ നടത്തി കഴിഞ്ഞാൽ കൂദാശ നടത്തുന്നതിനേക്കാൾ വേഗത്തിലാണ് ചില ആചാര്യന്മാർ തട്ടിപ്പോകുന്നത്, അവിടുന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ. എന്തുകൊണ്ടാണ് കൂദാശകളിലൂടെ ദൈവത്തിന്റെ ശക്തിയെ, കൂദാശയിൽ യേശു വസിച്ചിട്ടും എന്തുകൊണ്ട് ദൈവത്തിന്റെ ശക്തി കൂദാശയിലൂടെ പ്രകടമാകുന്നില്ല? ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം. പ്രിയമുള്ള, നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ തൈലാഭിഷേക ശുശ്രൂഷ നടത്തി. തൈലാഭിഷേക ശുശ്രൂഷ നടത്തിയപ്പോൾ സംഭവിച്ചെന്താണ്? തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷം രോഗങ്ങൾ ഉണ്ടായിരുന്നവരുടെ ശരീരത്തിലെ രോഗലക്ഷണങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു ആ തൈലാഭിഷേക ശുശ്രൂഷ സമയത്ത് പുരോഹിതന്റെ കരങ്ങൾ വഴി ഇതാ രോഗിയുടെ മേൽ എണ്ണയിലൂടെ പ്രവർത്തിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു. പുരോഹിതനെ അവിടെ ഉപയോഗിച്ചു, എണ്ണ ഉപയോഗിച്ചു, പിന്നെ ഒരു രോഗിയെ അതിനുവേണ്ടി ഉപയോഗിച്ചു. യേശു ക്രിസ്തുവിന്റെ ശക്തി പുരോഹിതന്റെ കരങ്ങൾ വഴി എണ്ണയിലൂടെ രോഗിയുടെ മേൽ ഇതാ പതിച്ച് രോഗി സൗഖ്യം പ്രാപിച്ചു. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, എണ്ണയും നമുക്ക് മേടിക്കാൻ കിട്ടും, പിന്നെ പുരോഹിതന്മാരെ ഇഷ്ടംപോലെ കിട്ടും. അതുകൊണ്ട് സൗഖ്യം ഉണ്ടാകുക. പുരോഹിതന്റെ കരങ്ങൾ വഴി അഭിഷേകം ചെയ്ത എണ്ണയിലൂടെ രോഗിയുടെ മേൽ സ്പർശിക്കുകയും രോഗി വിശ്വാസപൂർവ്വം ആ സൗഖ്യം ഏറ്റുവാങ്ങുകയും ചെയ്യും. അപ്പോഴാണ് രോഗശാന്തി നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഇതുപോലെ അത്ഭുതകരമായ ഇടപെടലുകൾ ഈ കൂദാശയിൽ നടക്കുമെങ്കിൽ മറ്റെല്ലാ കൂദാശകളും ഇതുപോലെ തന്നെ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിച്ച കൂദാശകൾ തന്നെയാണ്. എന്നെങ്കിലും ഏതെങ്കിലും ഒരു കല്യാണത്തിന് പെണ്ണും ചെറുക്കനും വന്നു നിന്നു, അച്ഛന്മാര് കൂദാശ നടത്തി അവരെ പറഞ്ഞയച്ചു. ഏതെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ട്, ചേട്ടാ ഇത് ഒറിജിനലായിട്ട് ഭാര്യ ഭർത്താവ് ആയോ? രാത്രി പെണ്ണിട്ട് തോന്നല്. സത്യത്തിൽ യേശു ക്രിസ്തു ആ കൂദാശയ്ക്ക് അത് വന്നായിരുന്നു. ഒറിജിനലായിട്ട് ഇത് കൂദാശയായി മാറിയോ എന്ന് ചിന്തിച്ച് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ 100% ഉറപ്പിച്ച് കല്യാണം കഴിച്ചു, അച്ഛൻ ആശീർവാദം പറഞ്ഞപ്പോഴേ നിങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായി. കണ്ടോ? നിങ്ങൾ പിന്നെ എന്ത് ചെയ്തു? നാട്ടുകാരൻ സംബന്ധിച്ചു ഇവർ ഭാര്യയും ഭർത്താവ്, പള്ളിക്കാരൻ സംബന്ധിച്ചു ഇവർ ഭാര്യയും ഭർത്താവ്, ദൈവവും സംബന്ധിച്ചു ഇവർ ഭാര്യയും ഭർത്താവ്. നിങ്ങൾ പ്രിയമുള്ളവരെ, കൂദാശ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ട് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ ചെന്നപ്പോൾ നിങ്ങൾ കൂദാശ സമയത്ത് ഇതിന് അശ്രദ്ധമായി നിന്നതുകൊണ്ട് കൂദാശ യഥാർത്ഥമായിട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് സത്യത്തിൽ അവിവാഹിത ബന്ധമാണ്, അതുകൊണ്ട് വ്യഭിചാരത്തിന് തുല്യമാണെന്ന് പറഞ്ഞൊരു സന്ദേശം ഏതെങ്കിലും വ്യക്തി പരിശുദ്ധാത്മ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പ്രിയമുള്ളവരെ, കല്യാണം കഴിക്കാതെ ഒരു പെണ്ണും ചെറുക്കൻ ഏതെങ്കിലും ധ്യാനത്തിൽ കയറുന്നത് പ്രിയമുള്ളവർ 24 മണിക്കൂറുണ്ട് പോകും. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് ചെയ്യും. അന്നേരം ഒരിക്കലും ഒരു പെണ്ണും ചെറുക്കനോട് കണ്ട ഭാര്യയും ഭർത്താവ് അല്ലെന്ന് പറയത്തേ ഇല്ല. അത്ര ഭാര്യയും ഭർത്താവിനെ പോലെയാണ്. കാമുകനും കാമ്യം കണ്ടാൽ നമ്മൾ മനസ്സിലാകും. കാരണം എന്താണ്? അവരുടെ നാണോ പിന്നെ ആളുകൾ ശ്രദ്ധിക്കാതെ നടക്കോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഇത് കണ്ടാൽ ഒറിജിനൽ ഭാര്യയും ഭർത്താവും അതുപോലെയാണ്.
പ്രിയമുള്ളവരെ, അവിടെ വന്ന ശേഷം ഈ പെണ്ണിന്റെ ബാഗിന്റെ തുണി രണ്ടുപേരും ഒന്നിച്ച. അപ്പം സത്യത്തില് ധ്യാനം പുരുഷന്മാരെ സ്ത്രീകളെ രണ്ടായിട്ടാണെന്ന് അറിഞ്ഞതോടുകൂടി ഇവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് തുണിയെല്ലാം പെറുക്കി കൊടുത്ത്. അപ്പം ഞാൻ അവിടെ ഒച്ചിനെ കല്യാണം കഴിഞ്ഞ് ഭാര്യ കൊടുത്തു. ഞാൻ മുറി കയറി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കുര്യനച്ചനെ വിളിപ്പിച്ചു. ഒരു പെണ്ണിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്, അവരൊന്ന് വിളിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ വിളിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് സത്യത്തിൽ അവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടില്ല. ഏകദേശം 15-20 വർഷമായിട്ട് പ്രേമം മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിലെ പ്രേമിക്കാൻ തുടങ്ങിയത്. അപ്പൊ പ്രേമിച്ച് ഒരു ഭാര്യ ഭർത്താവിനും പോലെ ജീവിക്കുന്നു. കല്യാണം കഴിക്കാൻ പേരൻസ് തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ പ്രിയമുള്ളവർ, ഈ കോമ്പൗണ്ടിൽ കയറി നമ്മുടെ ധ്യാനത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പൊക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. എങ്ങനെ സാധിച്ചത്? പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കൂദാശ ഒരു പുരോഹിതൻ നടത്തുമ്പോൾ മുകളിൽ ദൈവത്തിൻ്റെ കൈവപ്പ് അതിൻ്റെ മേലുണ്ട്. ഏതെങ്കിലും ഒരു കൊച്ചിനെ അച്ഛൻ മാമോദീസ മുക്കിയിട്ട്, പ്രിയമുള്ളവരെ, ആ കൊച്ചു ക്രിസ്ത്യാനിയല്ല, അങ്ങനെ വന്നിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു അച്ഛന് പട്ടം കൊടുത്തിട്ട് അതങ്ങോട്ട് ഏറ്റില്ല, തിരുമേനി പറയുകയാണ്, അതങ്ങോട്ട് ഏറ്റില്ല, അതുകൊണ്ട് ഇവൻ യഥാർത്ഥ പുരോഹിതനായില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പുരോഹിതന്റെ പൗരോഹിത്യം ഇല്ല എന്ന് സഭയ്ക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു വിശുദ്ധ കുർബാന അച്ഛൻ ചൊല്ലി, അച്ഛന് തലവേദനയും പനിയായിരുന്നു, അതുകൊണ്ട് ചെറിയ കർമ്മമെടുത്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിശുദ്ധ കുർബാന യേശുവിന്റെ ശരീരാഘാതിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാത്തിനും ഈ ഒരു കൂദാശയിൽ യേശുക്രിസ്തു ഇറങ്ങി വന്ന രോഗശാന്തി എന്ന കൂദാശയിൽ, തൈലാഭിഷേകം എന്ന കൂദാശയിൽ യേശു ഇറങ്ങി വന്ന് അവിടെ പ്രവർത്തിച്ച് രോഗിയുടെ രോഗം മാറുന്നെങ്കിൽ മറ്റെല്ലാ കൂദാശകളിലും യേശു യഥാർത്ഥമായി ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് വിവാഹം എന്ന കൂദാശ കഴിഞ്ഞിട്ട് പലരുടെയും കുടുംബത്തിൽ യേശു ഉള്ളതുപോലെ ഒരു തോന്നലും അവർക്ക് പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് സംജാതമാകുന്നത്? കാരണം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. മാമോദീസ മുങ്ങി യേശു കൂടെ വന്ന് അവൻ ക്രിസ്ത്യാനിയായി, യേശുവിന്റെ ശരീരരക്തങ്ങൾ അവന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു, അവനൊരു ക്രൈസ്തവനായി മാറി, യേശു യുഗാന്തത്തോടെ അവന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് യേശു അനുഭവം ഉണ്ടാകാത്തത്? ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് 100,000 വാഗ്ദാനങ്ങൾ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കും, ആടുമാടുകൾ കൊണ്ട് അനുഗ്രഹിക്കും, തുടങ്ങി 100,000 വാഗ്ദാനങ്ങൾ ഇതിനുള്ളിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മാമോദീസ മുങ്ങി മാമോദീസ വെള്ളം തലയിൽ വീണ ക്രിസ്ത്യാനികൾക്ക് യാതൊരു ദൈവാനുഭവം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഇവർ സഭ വിട്ട് പലപ്പോഴും പോകേണ്ടി വരുന്നത്? നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, കൂദാശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതാ അപ്രത്യക്ഷമായ നന്മകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യക്ഷ അടയാളങ്ങളാണ് കൂദാശകൾ. എന്ത് സ്വീകരിക്കാൻ? അപ്രത്യക്ഷമായ അനേകായിരം നന്മകളുണ്ട്. അതിങ്ങോട്ട് സ്വർഗം തുറന്ന് നമ്മുടെ മേൽ വന്ന് ആവസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യക്ഷമായ ക്രിയകളാണ് എന്ത്? കൂദാശകൾ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പ്രത്യക്ഷമായ ക്രിയ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്ന് നിൽക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഒരു വിശുദ്ധനായ അച്ഛനെ കൊണ്ട് കൂദാശ നടത്തിയാൽ വിശുദ്ധി കൂടുമോ? കൂദാശ ഇല്ല. ഒരു അശുദ്ധനായ വൈദികൻ നടത്തിക്കൊണ്ട് വിശുദ്ധി കുറയുമോ? അതുമില്ല. ഒരു പുരോഹിതൻ, നമുക്കറിയാം, നല്ല കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരുള്ള സ്ഥലത്ത് നിന്ന് കാർ മേടിച്ചാൽ കാറിന്റെ സ്പീഡ് കൂടുമോ? ആക്സിഡന്റ് ഓടിയാൽ കൂടുമോ? ഇല്ല. കാറ് തന്നെ. കാറിന് മാറ്റണം. കാണാൻ കൊള്ളുകയില്ലാത്ത സെയിൽസിന് നിൽക്കുന്നവൻ മര്യാദക്കാരനുമല്ല, കാണാനും കൊള്ളുകയില്ല. അവന്റെ പെരുമാറ്റം ശരിയായി എന്ന് പറഞ്ഞ് ഹുണ്ടായി കമ്പനിയുടെ കാറ് മേടിച്ച ക്വാളിറ്റി കുറയുമോ? ഇല്ല, ക്വാളിറ്റി കുറയില്ല. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ പുരോഹിതന്റെ കുഴപ്പം കൊണ്ടല്ല കൂദാശയിലെ ശക്തി ജനത്തിന് അനുഭവിക്കാൻ പറ്റാത്തത്. മറിച്ച് എവിടെയാണ് ഈ അപ്രത്യക്ഷമായ നന്മകളെല്ലാം കൂദാശ നിർവഹിക്കുന്ന സമയത്ത് അവിടെ പ്രവഹിക്കാറുണ്ട്, ഒഴുകാറുണ്ട്. എന്നാൽ ആ കൂദാശ സ്വീകരിക്കാൻ സജ്ജമായ ഒരു മാനസിക, ശാരീരിക, ആത്മീയ അവസ്ഥ സ്വീകരിച്ചുകൊണ്ടല്ല
പലരും കൂദാശയ്ക്ക് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഇതാ അപ്രത്യക്ഷമായ നന്മകൾ ഇന്ന് രാവിലെ കടന്നു വരാനുള്ളതാണ്. അത് സ്വീകരിക്കാൻ വേണ്ടി രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് അപ്രത്യക്ഷ നന്മ സ്വീകരിക്കാൻ എന്തൊക്കെ വേണം അച്ഛൻ രാവിലെ തലേദിവസം ഫോൺ ചെയ്ത് അച്ഛൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്നു. അച്ഛനെ തിരിക്കാൻ പോയതല്ലാതെ നിങ്ങൾ ചോദിച്ചോ? ഇതാ വിവാഹമെന്ന കൂദാശയിലൂടെ കടന്നു വരുന്ന അപ്രത്യക്ഷമായ അനേകമായൊരു നന്മകൾ അത് സ്വീകരിക്കാനായിട്ട് ഞാൻ എന്നാ അച്ഛാ ചെയ്യേണ്ടത്? ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടോ ചോദിച്ചോ? ഇല്ല. എന്നാൽ നമ്മൾ കൃത്യമായി ഏത് ട്രെയിനിങ്ങിന് പോയി? പ്രിയമുള്ളവരെ, ഫോട്ടോഗ്രാഫർമാര് ഒരാഴ്ച മുമ്പ് വിളിച്ച് 3 ദിവസത്തെ പ്രത്യേക കോഴ്സ് നടത്തിയിട്ടാണ് പെണ്ണിനെ ചെറുക്കനെയും എന്തിനു വിടുന്നത്? കല്യാണത്തിന് വിടുന്നത്. അല്ലെ സംശയമുണ്ടെന്ന് ചോദിച്ചു. ഞാനിത് ആരും ഒരു ഫോട്ടോഗ്രാഫർമാർ ചോദിച്ചിട്ട് പറയുന്നതല്ല. പ്രിയമുള്ളവർ, ഫോട്ടോ എടുക്കാൻ അവർ നടത്തുന്ന ആക്ഷൻ കണ്ടിട്ടാണ്. പ്രിയമുള്ളവർ, ചെറുക്കൻ്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാല വാഴ്ത്തി കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? 2 അടി പുറകോട്ട് ഇറങ്ങി. എന്താണ്? പെണ്ണിൻ്റെതൊന്നും മിസ്സാകില്ല. ഇതാര് പഠിപ്പിച്ചാൽ മതി? ഇത് പ്രിയമുള്ളവർ, ഇത് കൃത്യമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും പിന്നെ അതുപോലെ ഓരോ കാര്യങ്ങൾ തലേ തുണിയിട്ട് കഴിയുമ്പോൾ എന്താണ് പെണ്ണ് കറക്റ്റായിട്ട് എന്താണ് മുഖം മറയാതിരിക്കാൻ എല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നു. ഞങ്ങൾ തന്നെ സ്ഥിരം പരിപാടിയില്ല കല്യാണം. അപ്പോൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് മുഖം മറക്കാതിരിക്കാനായിട്ട് മാറ്റിയിടുന്നുണ്ട്. അതുപോലത്തെ എല്ലാ പരിപാടികളും അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. അതുപോലെ പുസ്തകം പഠിക്കുന്ന ഒരാൾ വലതുവശത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതാ ബന്ധത്തിൽ പഠിക്കുന്ന ഒരിക്കലും കൈകൊണ്ട് കാണിക്കാം പുറത്തു നിൽക്കാൻ. കാരണം എന്താണ്? ഫോട്ടോ, അത് ഞങ്ങളടക്കമുള്ള ഫോട്ടോ അതിനകത്ത് പതിക്കാൻ. ഈ ട്രെയിനിങ് പ്രത്യക്ഷമായ പല കാര്യങ്ങൾക്കും വേണ്ടി സ്വീകരിച്ചത്. ഇത് സ്വീകരിച്ച വ്യക്തി അതുപോലെ തന്നെ പല കാര്യങ്ങൾ അങ്ങനത്തെ പിന്നെ ഞാൻ പറയേണ്ടാത്തതും പറയേണ്ടതുമായ പല കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടി. പക്ഷേ അപ്രത്യക്ഷമായ നന്മകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങിന് നിങ്ങൾ ആരെയും കൊടുത്ത് പോയോ? വിവാഹ സെമിനാറിന് പോയി. എന്തിനാണ്? സർട്ടിഫിക്കറ്റിലെ കല്യാണം നടക്കുകയില്ല തിരുമേനി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പോയി. അപ്പൊ പ്രിയമുള്ളവരെ, ഈ അപ്രത്യക്ഷ നന്മ ഇങ്ങോട്ട് കടന്നു വരണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് അതിനു വേണ്ടി സജ്ജമായിരിക്കണം. ഇനി ഏത് വിധത്തിലാണ് സജ്ജമാകേണ്ടത്? ഇതാ മാർക്കോസിന്റെ സുവിശേഷം 1:15. ഇങ്ങനെ സജ്ജമാകാത്ത ഒരു വ്യക്തിയും ധ്യാന കേന്ദ്രത്തിൽ ഇരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല. അവർക്കൊന്നും